സൃഷ്ടികർത്തൃത്വവും അതുപോലെ തന്നെ പരിപാലനവും അന്നം നൽകലും ലോകത്തെ നിയന്ത്രിക്കലും ഇതുപോലുള്ള കാര്യങ്ങൾ ആരാണോ നിർവഹിക്കുന്നത് അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നത് അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾ രണ്ടാമതായി അംഗീകരിക്കേണ്ടുന്ന കാര്യമാണ്. കാരണം സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാവൂ. സൃഷ്ടാവ് അള്ളാഹു അല്ലാത്ത വേറെ ആരുമില്ല. ലോകത്ത് സൃഷ്ടിക്കുകയും സൃഷ്ടികൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു നൽകുകയും ചെയ്യുന്നവൻ അള്ളാഹു മാത്രമാകുന്നു. അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത്. ഇതാണ് തൗഹീദിന്റെ രണ്ടാമത്തെ വശം. തൗഹീദുൽ ഉലൂഹിയ്യ അല്ലെങ്കിൽ തൗഹീദുൽ ഇലാഹിയ്യ എന്നൊക്കെ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് അഖീദയുടെ ഗ്രന്ഥങ്ങളിൽ വിശേഷിപ്പിച്ചത് കാണാൻ സാധിക്കും. വിശ്വാസികളും അല്ലാത്തവരും തമ്മിൽ വേർതിരിഞ്ഞ വിഷയവും ഇതായിരുന്നു. മക്കയിലെ മുശ്രിക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ഷണിച്ച ഇസ്ലാമും മുസ്ലിങ്ങളും തമ്മിൽ വേർപിരിഞ്ഞതും ഈ വിഷയത്തിലാണ്. അള്ളാഹു ഉണ്ടോ ഇല്ലേ എന്ന വിഷയത്തിൽ അല്ല, മറിച്ച് അള്ളാഹുവിനെ മാത്രമാണോ ആരാധിക്കേണ്ടത് എന്ന വിഷയത്തിലായിരുന്നു മുശ്രിക്കുകൾക്ക് തർക്കമുണ്ടായി.